ഓപ്പറേഷൻ സിന്ദൂർ ഇനിയും അവസാനിക്കുന്നില്ല എന്ന് വേണം പറയാൻ. പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന തിരിച്ചടി കേവല യുദ്ധവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ളതല്ല. ഇന്ത്യക്കകത്തും പാകിസ്ഥാനുമായി ചാരപ്പണി നടത്തിയവരെ പിടിച്ചതും അതിലൊന്നു തന്നെയായിരുന്നു. അവിടെ കൊണ്ട് നിൽക്കുന്നില്ല കാര്യങ്ങളെന്ന് നമുക്കെല്ലാം അറിയാം. അതിന്റെ ബാക്കി പത്രമാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോകത്തിനു മുൻപിൽ ഇന്ത്യയുടെ സത്യാവസ്ഥ വെളിപ്പെടുത്താൻ രൂപീകരിച്ച പ്രതിനിധി സംഘം. തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന പാകിസ്ഥാനെ ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടാനും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ ആദ്യ പ്രതിനിധി സംഘം ഇന്നാണ് യാത്ര തുടങ്ങുന്നത്. 7 സംഘങ്ങൾ രൂപീകരിച്ചതിൽ ആദ്യ സംഘമാണ് ഇന്ന് UAE-യിലേക്കുള്ള യാത്ര തിരിക്കുന്നത്. വിവിധ ഘട്ടങ്ങളിലായി 33 രാജ്യങ്ങളിലേക്കാണ് പ്രതിനിധി സംഘങ്ങൾ പോകുന്നത്. പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി ഭീകരവാദത്തിന് നൽകുന്ന പ്രോത്സാഹനവും അതിർത്തി കടന്നുള്ള ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യ വഹിക്കുന്ന പങ്കും ചൂണ്ടിക്കാട്ടിയായിരിക്കും ഇന്ത്യൻ സംഘം വിദേശ നേതാക്കളെ കാണുക. ആദ്യ പ്രതിനിധി സംഘം യാത്ര തിരിക്കുന്നതിന് മുന്നോടിയായി ഇന്നലെ വിദേശകാര്യ മന്ത്രാലയത്തിൽ ബ്രീഫിംഗ് നടത്തിയിരുന്നു. ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ സംബന്ധിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. 1.5 മണിക്കൂറിലധികം നീണ്ടുനിന്ന ബ്രീഫിംഗിൽ വെടിനിർത്തൽ സംബന്ധിച്ച US അവകാശവാദങ്ങളിലും ചൈനയുടെ നിലപാടുമായിരുന്നു പ്രധാന ചർച്ച. മുൻ നിശ്ചയിച്ച 7 സംഘങ്ങളിൽ ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന പ്രതിനിധി സംഘമാണ് ഇന്ന് ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. 11 ദിവസത്തെ സന്ദർശനത്തെ സമാധാനമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്ന വ്യക്തമായ സന്ദേശമാണ് തങ്ങൾ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നതെന്നും, എന്നാൽ ഇന്ത്യയെ ആക്രമിച്ചാൽ തങ്ങൾ കൈയും കെട്ടി വെറുതെ ഇരിക്കില്ലെന്നും പകരം കൃത്യമായി തന്നെ തിരിച്ചടിക്കുമെന്ന നിലപാടും വ്യക്തമാക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായി ഷിൻഡെ പറയുകയുണ്ടായി. മാത്രമല്ല, ഇന്ത്യ സാമ്പത്തിക വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പാകിസ്ഥാൻ തീവ്രവാദം വികസിപ്പിക്കുന്നതിന്റെ തിരക്കിലാണെന്നും ഷിൻഡെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ലൈബീരിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, സിയറ ലിയോൺ എന്നിവിടങ്ങളിലേക്കാണ് ഷിൻഡെ നയിക്കുന്ന ആദ്യ പ്രതിനിധി സംഘം പോകുന്നത്. സന്ദർശിക്കുന്ന രാജ്യങ്ങളിലെ പാർലമെന്റ് അംഗങ്ങൾ, മന്ത്രിമാർ, സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരുമായി പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്താനാണ് പ്ലാൻ. ഈ മാസം 31 വരെയാണ് ആദ്യ സംഘത്തിന്റെ സന്ദർശനം. അതിനുശേഷം ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെട്ട അടുത്ത സംഘം ജപ്പാനിലേക്ക് യാത്ര തിരിക്കാനാണ് പ്ലാൻ. ജപ്പാൻ, സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കാണ് ആ സംഘത്തിന്റെ സന്ദർശനം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓരോ സംഘവും അന്നത്തെ സാഹചര്യവും മുന്നോട്ടുള്ള തീരുമാനവും എല്ലാം മാധ്യമങ്ങൾ കണ്ട് വിശദീകരിക്കും. കഴിഞ്ഞ ദിവസം വിദേശ പര്യടനത്തിലെ 3 സംഘങ്ങളുമായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ സന്ദർശനം കൊണ്ട് ഇന്ത്യക്കേറ്റ മുറിവുണങ്ങാൻ സാധിക്കില്ല. പക്ഷേ അടുത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കാൻ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്ന നുണപ്രചാരങ്ങൾക്ക് ഒരു പരിധിവരെ അയവ് വരുത്താൻ ഈ സന്ദർശനം കൊണ്ട് സാധിക്കുമെന്ന കാര്യം തീർച്ചയാണ്.